ഹായ് പ്ലസ് ടു മക്കളെ, പ്ലസ് ടു ഫിസിക്സ് എക്സാം ഇങ്ങെത്തി. പല കുട്ടികളും ഒരേ സംശയം തന്നെ റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ട്. സാറേ, ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? സാറേ, ഇന്ന ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ എത്ര മാർക്ക് കിട്ടും എന്നുള്ള പല ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം ഉള്ള ഒരു മറുപടിയാണ് ആക്ച്വലി ഈ വീഡിയോ. നിങ്ങൾക്ക് കാണാം കേട്ടോ, ഒരു 3-4 മിനിറ്റേ മാക്സിമം വരുള്ളൂ, നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. അപ്പൊ ഒരു എക്സാമ്പിളൂടെ ഞാൻ പറഞ്ഞുതരാം. ഒരു അപ്പു ഉണ്ട്, ഒരു കിട്ടു ഉണ്ട്. മനസ്സിലാവാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി കിട്ടുവിന് ഇവിടെ എന്ത് ചെയ്ത് ഞാൻ ഒരു മാർഗ്ഗം കൊടുത്തിട്ടുണ്ട്. നിങ്ങളോടുള്ള ചോദ്യം, നിങ്ങളാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. അപ്പു 60 ചോദ്യമേ ഫിസിക്സിൽ ചെയ്തു നോക്കിയുള്ളൂ എല്ലാ ചാപ്റ്ററിനായിട്ട്. കിട്ടു 100 ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്ററും ചെയ്തിട്ടുണ്ട്. നിങ്ങളോടുള്ള സിമ്പിൾ ചോദ്യമാണ്, ഇതിൽ ആർക്കായിരിക്കും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത ആർക്കാ? മെജോറിറ്റി 99.99 കേസിലായിരിക്കും. ഒരു സംശയവും ഇല്ലാതെ അത് നമ്മുടെ കിട്ടുവായിരിക്കും. എന്തുകൊണ്ടാ? ആ 100 ചോദ്യങ്ങൾ ചെയ്തു. ഇയാൾ ചെയ്തതിനേക്കാൾ 40 ചോദ്യങ്ങൾ ഇയാൾ എക്സ്ട്രാ ചെയ്തു എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മക്കളെ, ഫിസിക്സിന്റെ കേസിൽ നമ്മൾ എപ്പോഴും പ്രൊപ്പോർഷനാലിറ്റി പറയാറുണ്ട് അല്ലേ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളോട് പറയാം. എന്റെ ഉത്തരം ഇതാണ്: നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ മാർക്സ് എന്നാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. വളരെ സിമ്പിൾ ആണ്. ഒരു ടോപ്പറിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അയാൾ എത്ര ചോദ്യം ചെയ്തു നോക്കിയിട്ടുണ്ടാവുന്നത്. ഡെഫിനറ്റ്ലി അവർ പറയാൻ പോകുന്ന ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നമ്പേഴ്സ് ആയിരിക്കില്ല. എന്തായാലും ഒരു ആവറേജ് സ്റ്റുഡന്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് നമ്പർ കൂടുതൽ അവർ ചെയ്തിട്ടുണ്ടാവും, ഡെഫിനറ്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി സമയമൊന്നുമില്ല, ഇനി അത്രക്ക് സമയമൊന്നുമില്ല. ഇനി ഉള്ള ടൈം പഠിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നോക്കാം. ഒരു ഡെഫിനീഷൻ ടൈപ്പ് ചോദ്യം, ഒരു തിയറി കൺസെപ്റ്റ് വൈസ് ചോദ്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്കൊരു 1 മുതൽ 2 അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഒരു 3 മിനിറ്റ് ഒക്കെ വരെ എടുക്കാം. ഡെറിവേഷൻസിന് കൂടുതൽ ടൈം വേണം. ഒരു 5 മിനിറ്റ് ഒക്കെ ആവറേജ്, 5 ഒക്കെ കുറവാണ്, ഞാൻ ഏറ്റവും കുറച്ചാ പറയുന്നത്. ഒരു 5 to 10 മിനിറ്റ് വേണം. ഓക്കെ, ഇനി ന്യൂമറിക്കൽസ് ആണെങ്കിൽ 3 to 4 മിനിറ്റ്സ് ഒക്കെ വേണം ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ. ഇങ്ങനെയൊക്കെയല്ലേ ആവറേജ് വരിക. ചില കുട്ടികൾക്ക് ഡെറിവേഷൻസ് കൂടുതൽ ടൈം എടുക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു ആവറേജ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ ഒരു ചോദ്യം പഠിക്കണമെങ്കിൽ നമുക്കൊരു 3.5 മിനിറ്റ് എന്നുള്ളൊരു കണക്കെടുത്താലോ? ഫിസിക്സിൽ ഇനിയുള്ള സമയത്ത് നിങ്ങൾ ഒരു ചോദ്യം പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 3.5 മിനിറ്റ് നിങ്ങൾ കണക്ക് കൂട്ടുക. അപ്പൊ ഒരു 100 ചോദ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ നമ്പർ അല്ലേ? ഒരു 100 ചോദ്യമൊക്കെ ചെയ്തു നോക്കാൻ നിങ്ങൾക്ക് ഒരു 5 to 6 മണിക്കൂർ ഡെഫിനറ്റ്ലി വേണ്ടേ? അങ്ങനെയാണെങ്കിൽ നാളെ, അതായത് ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം, അതായത് എക്സാമിന്റെ തലേ ദിവസം, നിങ്ങൾ രാവിലെ എന്ത് ചെയ്യാറിയോ? രാവിലത്തെ സെഷനിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുക. മസ്റ്റ് ആയിട്ട് സെൽഫ് സ്റ്റഡി നടത്തുക. സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ എപ്പോഴും ഡെറിവേഷൻസിന് ഫോക്കസ് കൊടുക്കുക. കാരണം ഡെറിവേഷൻസ് നാളെ ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത്. എക്സാമിന്റെ ലാസ്റ്റ് ടൈമിൽ ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് തലയിൽ കയറൂല. അപ്പൊ മോർണിംഗിൽ ഫ്രഷ് ആയിട്ട് ഡെറിവേഷൻസ് പഠിക്കുക, നല്ല വെയിറ്റേജ് വരുന്നതാണ്. ഇനി ആഫ്റ്റർനൂൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 100 ചോദ്യം ചെയ്താലോ? 100 ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം തരാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സേ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കൊരു 6:30 വരെ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യാം വിത്തൗട്ട് ബ്രേക്ക്. 6:30 വരെ ഒരു സെഷൻ നമുക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ കവർ ചെയ്യാം. പിന്നെ ഈദിന്റെ ബ്രേക്ക് ഒക്കെ ഉള്ളതുകൊണ്ട്, ഈദല്ല റംസാന്റെ ബ്രേക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ബ്രേക്ക് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞ് 7:15 മുതൽ 10:30 വരെയൊക്കെ നമുക്കൊരു സെഷൻ നടത്താം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അന്ന് പഠിച്ചതിനൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ നമുക്കൊരു 30 മിനിറ്റ്സ്, ഒരു 45 മിനിറ്റ്സ് യൂസ് ചെയ്യാം. അപ്പൊ ഈ പ്ലാന് എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോ ഉറപ്പായും റിസൾട്ട് ഉണ്ടായിരിക്കും. അത് എന്റെ ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇതിന് അലൈൻഡ് ആയിട്ട് നാളെ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യാന്നുള്ള ഒരു പ്ലാനിൽ ഞങ്ങൾ ടോപ്പ് 100 ക്വസ്റ്റ്യൻസ് ആണ് സെഷൻ ചെയ്യുന്നുണ്ട്. അതിൽ 100 ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ, 101 ഉണ്ടായിരിക്കില്ല കേട്ടോ, 100 ഉണ്ടായുള്ളൂ. എന്നിട്ടായിരിക്കും ആ ചോദ്യങ്ങൾ ഇടുക. അത് ഞാൻ ഉറപ്പുവരുത്താം. ഈ ചോദ്യങ്ങൾ നമ്മൾ 3 മണിക്ക് ലൈവായിട്ട് പഠിക്കുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്യുക? 3 മണിക്ക് ഇങ്ങനെ വരിക, നമ്മളെ കൂടെ ഓരോ ചോദ്യം അതിന്റെ ആൻസറും പഠിച്ചു പോവുക. രാത്രി ഒരു 10-11 മണിയൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. കുറച്ചൊരു ടൈം ഒക്കെ അങ്ങോട്ടും ആവാൻ ചാൻസ് ഉണ്ട്, നേരത്തെ തീരാൻ ചാൻസ് ഉണ്ട്. അത് തീരുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, 100 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കിഡുമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അത് റിവൈസ് ചെയ്ത് പിറ്റേന്ന് രാവിലെ ഒക്കെ ഒന്നും കൂടി പൊടിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മക്കളെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇപ്പൊ നിങ്ങളെ നിലവാരമില്ലേ അതിനേക്കാൾ നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്കില്ല, ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ച് ഇപ്പൊ എത്തിയിരിക്കുന്ന അവസ്ഥയില്ലേ, അതിനേക്കാൾ മാർക്ക് ഉറപ്പായും ഈ 100 ചോദ്യങ്ങൾ ഞങ്ങളെ കൂടെ കവർ ചെയ്താൽ കിട്ടും. ചിലപ്പോ എക്സാം ഒക്കെ വളരെ ഈസി, സാധാ ക്ലീശ ആണെങ്കിൽ ഈ 100 ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് A+ എത്താം. ഫുൾ മാർക്ക് ഞാൻ പറയുന്നില്ല, അതെന്താവും ഒരു ഓവർ പ്രോമിസ് ആവും. ഫുൾ മാർക്ക് ഒക്കെ പിന്നെന്താ, നിങ്ങളുടെ കൂടി സ്കില്ലിന്റെ ആവശ്യമുണ്ട്. ബാക്കി ഒന്നും അറിയാത്തവന് ഈ 100 ചോദ്യങ്ങൾ പഠിച്ചാൽ നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും. ഉറപ്പിച്ചോ, ധൈര്യമായി പോര്. ലൈവിൽ ലിങ്ക് പിന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സെഷൻ മറക്കരുത്. ഈ പ്ലാൻ നാളെ ഫോളോ ചെയ്യാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഫോളോ ചെയ്തോ, റിസൾട്ട് ഉണ്ടായിരിക്കും.